اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 49ാമത്തെ ഹിക്മത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്ന മൻ അറഫ റബ്ബഹു ഇസ്തസ്ഗറ ഫീ ജംബി കറമിഹി ദംബഹു. ഫഇന്ന മൻ നിശ്ചയമായിട്ടും ഒരുത്തൻ, അറഫ റബ്ബഹു അവൻ അവൻ്റെ റബ്ബിനെ മനസ്സിലാക്കി, റബ്ബിനെ അറിഞ്ഞു എങ്കിൽ ഇസ്തസ്ഗറ അവൻ ചെറുതായി കാണുന്നതാണ്, ഫി ജംബി കറമിഹി അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ ഭാഗത്തിലൂടെ ദംബഹു അവൻ്റെ കുറ്റത്തിനെ. അള്ളാഹുവിനെ മനസ്സിലാക്കിയ, അള്ളാഹുവിനെ അറിഞ്ഞ ഒരാൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലതയും അള്ളാഹുവിൻ്റെ ലുത്തുഫും അള്ളാഹുവിൻ്റെ ഫളുലും അറിഞ്ഞ ഒരാൾ, ആ ഒരാൾക്ക് അവൻ്റെ പാപം ചെറുതായിട്ടേ തോന്നുള്ളൂ. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ലുത്തുഫും ഫളുലും അത്രയും വിശാലമാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ ഭാഗത്തിലൂടെ നോക്കുമ്പോൾ അവൻ്റെ തെറ്റ് വളരെ ചെറുതായിട്ടേ അവനക്ക് എന്ത് ചെയ്യുള്ളൂ, കാണാൻ കഴിയുള്ളൂ. അത്രയും വിശാലമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം. ഈ പറയുന്നത് ഒരാളെ തെറ്റിനെ ചെറുതാക്കലോ തെറ്റിനെ നമ്മൾ ചെറുതായിട്ട് കാണണമെന്നോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കും അള്ളാഹുവിൻ്റെ ഫളിലേക്കും നോക്കുമ്പോൾ ഏത് തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് പൊറുക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, വറഹ്മതി വസിഅതു കുല്ല ഷൈഇൻ. വറഹ്മതി എൻ്റെ കാരുണ്യം, വസിഅതു കുല്ല ഷൈഇൻ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അത് പ്രവിശാലമാണ്, അത്രയും വിശാലമാണ് എൻ്റെ റഹ്മത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫഇന്ന മൻ നിശ്ചയമായിട്ടും ഒരുത്തൻ, അറഫ അവൻ മനസ്സിലാക്കി അല്ലെങ്കിൽ അവൻ അറിഞ്ഞു, റബ്ബഹു അവൻ്റെ റബ്ബിനെ, എങ്കിൽ ഇസ്തസ്ഗറ അവൻ ചെറുതായി കാണുന്നതാണ്, ഫീ ജംബി കറമിഹി അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ ഭാഗത്തിലൂടെ ദംബഹു അവൻ്റെ കുറ്റത്തിനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, നബ്ബി ഇബാദി എൻ്റെ അടിമകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, അന്നി അനൽ ഗഫൂറുർ റഹീം ഞാൻ നന്നായി പൊറുക്കുന്നവനും അതുപോലെ തന്നെ റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ഞാൻ പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. അപ്പോ അല്ലാഹു തആല റസൂലുള്ളാഹിനോട് പറയാണ്, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ, നിങ്ങളെ ഉമ്മത്തിനെ മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ, ഞാൻ വല്ലാതെ പൊറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അത്രയുമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ വിശാലത. ഇവിടെ അല്ലാഹു തആല പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്, നബ്ബി ഇബാദി എന്ന. ഇബാദ് മഹാന്മാര് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച ഒരു പ്രയോഗമുണ്ട്, എൻ്റെ അടിമകളെ. യാ ഇബാദി ഫീ കുല്ലി നിദാ. അല്ലാഹു തആല എപ്പോഴും അവന്റെ അടിമകളെ വിളിക്കുമ്പോ അല്ലാഹു തആല യാ ഇബാദി എന്ന വിളിക്കുക.
ഫഅളാഫഹും ഇലാ നഫ്സിഹി. അല്ലാഹു തആല അവന്റെ നഫ്സിലേക്കാണ് ആ ഇബാദിനെ ചേർത്തത്. ഇബാദി എന്റെ അടിമകൾ എന്നാ പറഞ്ഞത്. അത് ത്വാഇഅഹും വആസിയഹും, അത് അല്ലാഹു തആലാക്ക് വഴിപ്പെടുന്ന ആളാണെങ്കിലും ശരി, അല്ലാഹു തആലാക്ക് എതിര് ചെയ്യുന്ന ആളാണെങ്കിലും ശരി, അല്ലാഹു തആല എല്ലാ അടിമകളെയും ഒരുപോലെ വിളിക്കുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ. അല്ലാഹു തആല അള്ളാഹുവിന്റെ നഫ്സിലേക്ക് ചേർത്തിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ പറയലുണ്ടല്ലോ, അത് എന്റെ കുട്ടിയാണ്, അത് എന്റെ കുട്ടിയാണ്. നമുക്ക് ആ കുട്ടിയോട് വല്ലാതെ പിരിശവും അതുപോലെ വല്ലാതെ ഇഷ്ടവും തോന്നുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എന്റെ കുട്ടി എന്നുള്ളത്. ആ ഒരു പ്രയോഗമാണ് അല്ലാഹു തആല അവന്റെ അബ്ദിലേക്ക്, അവന്റെ അടിമയിലേക്ക് നടത്തിയത്. യാ ഇബാദി, എന്റെ അടിമകളെ. അപ്പൊ അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിലേക്ക് നമ്മളെ ചേർക്കണമെങ്കിൽ അല്ലാഹു തആലാക്ക് അടിമയോട് എത്രമാത്രം ഇഷ്ടമുണ്ട്, എത്രമാത്രം സ്നേഹമുണ്ട്, ആ കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. നമ്മൾ നന്മകൾ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മയിൽ നമ്മൾ നമ്മളെ കാണാൻ പാടില്ല. നന്മകളും ഒരു പക്ഷേ തിന്മകളായി മാറുന്ന ഒരു സന്ദർഭമുണ്ട്. അത് മഹാന്മാര് ദഖായിഖുൽ ഹഖായിഖ് പോലത്തെ കിതാബുകളിൽ കാണാൻ കഴിയും. ഒരു ഉദാഹരണം, നമ്മളിപ്പോ ഇശാ നിസ്കരിച്ചു. ആ ഇശാ നിസ്കാരത്തിൽ നമ്മൾ നമ്മളെ കാണാൻ പാടില്ല. നമ്മൾ ചെയ്തതൊരു നന്മയാണ്, പക്ഷെ നമ്മളല്ല അവിടെ ചെയ്തത്, പ്രവർത്തിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതിന്റെ ഫാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളിലും നമ്മളെയല്ല നമ്മൾ കാണേണ്ടത്, പരംപൊരുളാകുന്ന, പ്രപഞ്ചനാഥനാകുന്ന, പ്രണയനാഥനാകുന്ന അള്ളാഹുവിനെയാണ് നമ്മൾ അവിടെ കാണേണ്ടത്. അള്ളാഹുവിനെ കാണുമ്പോൾ അത് നന്മയാണ്. നമ്മുടെ ഇബാദത്തിൽ നമ്മൾ നമ്മളെ കണ്ടാൽ അതൊരു തിന്മയായി പോകുമെന്ന് മഹാരഥന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ചെയ്യുന്ന ഇബാദത്തിലും, നമ്മൾ നമ്മളെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കാര്യമാണെങ്കിലും, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും, സമൂഹത്തിന് നമ്മൾ ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഞാനല്ല ചെയ്യുന്നത്, നമ്മളൊരു യന്ത്രം മാത്രമാണ്, നമ്മൾ റോബോട്ട് മാത്രമാണ്. ഇതിനൊക്കെ പ്രവർത്തിക്കുന്നത്, ഇതിനൊക്കെ ചലിപ്പിക്കുന്നത് അത് പരംപൊരുളാകുന്ന അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ നന്മകൾക്ക് അള്ളാഹു ഇരട്ടി പ്രതിഫലമാണ് തരിക. മറിച്ച് അതൊക്കെ നമ്മൾ കാരണം കൊണ്ട് കിട്ടിയതാണ്, എന്റെ ഔദാര്യമാണ് ഞാൻ സമൂഹത്തിന് കൊടുത്തത്, എന്റെ കഴിവാണ് ഞാൻ അവിടെ പ്രകടമാക്കിയത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് പിന്നെ തിന്മയായിട്ടേ നമുക്ക് വരുള്ളൂ. റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ വിശേഷണത്തിന്റെ അതിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ മഹാരഥന്മാർ ആ വിഷയം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവിശാലമായ റഹ്മത്ത് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എത്ര വലിയ പാപവും അവനക്കത് ചെറുതായിട്ടേ കാണുള്ളൂ. അത്രയും വലിയ ഔദാര്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു തആല മനസ്സിലാക്കാനുള്ളൊരു സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. കാരണം ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബില് യാ ഇബാദി എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട്. അതിൽ മഹാൻ പറയുന്നുണ്ട്, ഖലഖല്ലാഹു തആല, അല്ലാഹു തആല സൃഷ്ടിച്ചു, അൽ ഇൻസാന, മനുഷ്യരെ അല്ലാഹു തആല സൃഷ്ടിച്ചു, വസ്തഫാഹു ലിനഫ്സിഹി, അല്ലാഹു തആലാന്റെ നഫ്സിന് വേണ്ടി, അല്ലാഹു തആലാക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, അല്ലാഹു തആലാക്ക് വേണ്ടി തെരഞ്ഞെടുത്തതാണ്. കാരണം എന്താണ്? ഹദീസുകളിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഓരോ അടിമകളെയും അല്ലാഹു തആലാക്ക് വേണ്ടി പടച്ചതാണ്. ഖുദ്സിയായ ഹദീസിൽ തന്നെ കാണാം, ഖലഖതുക ലിനഫ്സി, ഖലഖതു, ഞാൻ സൃഷ്ടിച്ചു, നിന്നെ, ലിനഫ്സി, എനിക്ക് വേണ്ടി, എന്റെ നഫ്സിന് വേണ്ടി, എന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. മറ്റൊരു ഭാഗത്ത് മഹാൻ പറയുന്നുണ്ട്, ഖലഖല്ലാഹു, അല്ലാഹു തആല സൃഷ്ടിച്ചു, അൽ ഇൻസാന, മനുഷ്യരെ, ലിഹുബ്ബിഹി, അല്ലാഹു തആലാന്റെ സ്നേഹ പ്രകടനത്തിന് വേണ്ടി, അല്ലാഹു തആലാക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചത്. കാരണം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലാഹു തആലാന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. വേറൊരു ഭാഗത്ത് ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഖലഖല്ലാഹു തആല, അല്ലാഹു തആല സൃഷ്ടിച്ചു, അൽ ഇൻസാന, മനുഷ്യരെ,
ലിരിലാഹു, അവന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സംവിധാനിച്ചത്. കാരണം എന്താ? റളിയല്ലാഹു അൻഹും വറളു അൻഹു, പരിശുദ്ധമായ ഖുർആനിൽ തെളിവാണ്. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹു താലാന്റെ സ്നേഹത്തിന് വേണ്ടി, അള്ളാഹു താലാന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ശ്രദ്ധതയാണ് ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. വേറൊരു ഭാഗത്ത് കാണാം, ഖലഖല്ലാഹു തആല, അള്ളാഹു തആല സൃഷ്ടിച്ചു അൽ ഇൻസാന, മനുഷ്യരെ ലിൽ ഖുലൂദ്, അവരെ ശാശ്വതരാക്കാൻ വേണ്ടി, അവരെ ശാശ്വതരാക്കാൻ വേണ്ടി. കാരണം ഫഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നുണ്ട്, അനഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്, ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. അല്ലാഹു തആല ശാശ്വതരായിട്ട് കാണാൻ വേണ്ടി, എന്നെന്നും ജീവിക്കുന്നവരാകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണല്ലോ ആ മരത്തിന്റെ പഴം കഴിപ്പിച്ചത്. എന്തേ ആ മരത്തിന്റെ പഴം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കഴിക്കാൻ പ്രേരിപ്പിച്ചത് ആരാണ്? പരമ്പൊരുളാകുന്ന അല്ലാഹുവല്ലേ. എന്താ കാരണം? ഒരു മനുഷ്യനെ ശാശ്വതനാക്കണം അല്ലാഹു തആല. അവൻ മുസൽമാനാണെങ്കിലും ശരി, കാഫിറാണെങ്കിലും ശരി, അവനക്ക് ശാശ്വതമായൊരു ജീവിതം വേണം. അതിനുവേണ്ടി ഷജറത്തുൽ ഖുൽദ് എന്ന് പറയുന്ന മരത്തിന്റെ പഴം അല്ലാഹു തആല തന്നെ കഴിപ്പിച്ചതാണ്. ഇതിന്റെ ഓരോ രഹസ്യങ്ങളിലേക്കും നമ്മൾ പോകുമ്പോഴാണ് ഒരു മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ശുക്റിന്റെയും റഹ്മത്തിന്റെയും വിശാലത നമുക്ക് മനസ്സിലാവുള്ളൂ. ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബിൽ തുടർന്ന് പറയുന്നു, ഖലഖല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു അൽ ഇൻസാന, മനുഷ്യരെ, ലിറഹ്മതിഹി, അവന്റെ റഹ്മത്തിന് വേണ്ടി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബിയെ നിങ്ങളെ ലോകത്തിനക്ക് റഹ്മത്തായിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല, സംവിധാനിച്ചിട്ടില്ല. ആ ഒരു റഹ്മത്തിന്റെ കേന്ദ്രമാകുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫുറുആത്തുകളല്ലേ നമ്മളൊക്കെ. അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോ, നമ്മൾ എത്ര പാപങ്ങൾ ചെയ്താലും അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവന്റെ അടിമക്ക് പുറത്തു കൊടുക്കൂലേ? പുറത്തു കൊടുക്കും. ആ ഒരു പ്രവിശാലമായ റഹ്മത്തിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുത്തെ 49ാമത്തെ ഹിക്മത്തിൽ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു തആല ഈ റഹ്മത്തിനെ അവന്റെ നഫ്സിലേക്കാണ് ചേർത്തിട്ടുള്ളത്. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും പുറത്തു കൊടുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവിശാലമായ റഹ്മത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒരു അടിമക്ക് എങ്ങനെ പാപം ചെയ്യാൻ തോന്നും? എങ്ങനെ തെറ്റുകൾ ചെയ്യാൻ തോന്നും? ഒരിക്കലും തോന്നൂല. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലതയും അള്ളാഹുവിന്റെ ഔദാര്യവും ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തെറ്റിന്റെ ഭാഗത്തേക്ക് അവൻ ചിന്തിക്കുക പോലുമില്ല. ആ ഒരു ഉന്മാദത്തിന്റെ അവസ്ഥയിൽ ഒരു മനുഷ്യനിക്ക് എത്താൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോ അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ അറിയുക. അള്ളാഹുവിനെ അറിയുമ്പോഴും അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴുമാണ് അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ വലിപ്പം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുകയുള്ളൂ. അങ്ങനെ അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ ഒരിക്കലും അള്ളാഹുവല്ലാത്തൊരു ചിന്ത നമ്മിലേക്ക് വരികയില്ല. അള്ളാഹു മാത്രമായി നമ്മുടെ ഹൃദയത്തിലാകുന്ന ഒരു അവസ്ഥ വരും. ആ ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.